പത്മനാഭ, അവിടെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? ആ തിണ്ടി ഡ്രൈവർ ആയിരിക്കും അവിടെ മനസ്സിൽ. അവിടെ ദുഷന്തൻ. ഓ, ലോകം മറന്നുള്ളൊരു ഇരിപ്പ്. ശകുന്തളെ, എടി ശകുന്തളെ, അവളുടെ ഒരു ദുഷ്യന്തൻ. നീ ആരെ വിചാരിക്കുന്നു? അവൻ നിന്നെ മറന്നുപോട്ടെ. ചേട്ടാ, അയ്യോ, അങ്ങനെ ശപിക്കല്ലേ. ആ, ശപിക്കും. അവളുടെ ഒരു പ്രേമം. ശകുന്തളെ, ഈ ശാപം സാരമില്ല. വല്ല അടയാളവും കാണിച്ചു കൊടുത്താ നിനക്ക് രക്ഷപ്പെടാം. അവളെ ഞാൻ രക്ഷിച്ചോളാം. നീ നിന്നെ രക്ഷിക്കാൻ നോക്ക്. ആ ചന്ദ്രൻ എന്ന് പറയുന്നവൻ വീണ്ടും വല്ലപ്പോഴും ഈ വഴി വന്നാൽ അവൾ ആ പണപ്പെട്ടി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. രാധയെ നിനക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുണ്ടായിക്കോ. രൂപ 10,000 ഉണ്ടെന്നാ കേൾവി. ആ പെട്ടി കണ്ട് ആരും നുണച്ചിറക്കണ്ട. അത് കിട്ടാൻ പോണില്ല. ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും അവൾ അതിന് ഒരു പൈസ എടുക്കില്ല. ഉണ്ടായി. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഈ നാണക്കുട്ടൻ വഴി മുടക്കില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടുമായിരുന്നു. അവള് കാത്തിരിക്കുക. ചേട്ടനങ്ങിയല്ലേ? നിന്റെ ചേട്ടനായി പോയ നല്ലൊരു കുറവേ ഇരിക്കുള്ളൂ, അല്ലാതെ യാതൊരു യോഗ്യത കുറവില്ല. എടോ, താനെന്തൊന്നും ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. ഈ തന്തയെ ഈ കാര്യത്തിൽ തൊട്ടു തൊടിയിക്കരുത്. നേരെ അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയണം. കാര്യം നടക്കും. പോകണം. വൈകിട്ട് കാണാം. ഡേ, ഇന്ന് TV-യിൽ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരും. ചേട്ടാ, ഇനിയും എന്നോട് ഇതിന് പറയരുത്. എനിക്കിനി വയ്യ. കൂടെ ഉടന്നു ഒരു ശീലാവധി വന്നിരിക്കുന്നു. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാൻ ചേട്ടാ. ആ, എന്നാ പിടി. കൂടെ ഉടന്നു ഓരും കൈയും പിടിക്കാൻ വന്നിരിക്കുന്നു. ദുഷന്തം പോയ സങ്കടമായിരിക്കും. എടീ, നിന്റെ മനസ്സിലിരിപ്പ് രഹസ്യമാണെന്ന് വിചാരിക്കണ്ട. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അറിഞ്ഞോട്ടെ, എനിക്കെന്താ? ആരെയും സ്നേഹിക്കാൻ ലൈസൻസ് ഉള്ള ആളാണല്ലോ. നടക്കട്ടെ. പക്ഷേ അവനിങ്ങി തിരിച്ചു വരുമെന്ന് വിചാരിച്ച് പുറക്കൊളയ്ക്കണ്ട. എനിക്ക് മോതിരിട്ട് വന്നിട്ടാ പോയത്. ഇത് കണ്ടോ? ഇത് പിത്തളയാ. ഇതാന്ന് പറയുമ്പോഴേക്കും കറക്കും. അയ്യോടീ, അവൻ നിന്നെ പറ്റിച്ചു. എനിക്ക് വിശ്വാസമാ അദ്ദേഹം വരും. വരുവോ? വരട്ടെ. പിന്നെ പുഴയിലോ മറ്റോ പോയി കുളിക്കുമ്പോഴേ സൂക്ഷിച്ചോണം. ഊരി വീണ് വല്ല മീനോ മറ്റോ വെട്ടി വിഴുങ്ങിയ മോള് തെണ്ടിയത് തന്നെ. കൊച്ചകന്റെ അമ്മയാണ്. നമസ്കാരം. രാധയെ കാണാൻ വന്നാണ്. ഓഹോ, വന്നാട്ടെ. ചേട്ടനോ? നീ ഏതാ? നിനക്കെന്നെ അറിയാമോ? എന്നെ കളിയാക്കുകയാണോ? ചിരിക്കുന്നു. എന്ത് വേണം നിനക്ക്? നിങ്ങൾക്കെന്നെ അറിയില്ലേ? അയ്യോ, നിന്നെ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ. ചേട്ടാ, പെണ്ണെ, മാന്യന്മാരെ അവമാനിക്കരുത് കേട്ടോ. നിങ്ങൾ മുമ്പ് ഇവിടെ വന്നതും എന്നെ സ്നേഹിച്ചതും ഓർമ്മയില്ലേ? ഞാൻ ഇതിനു മുമ്പേ ഇവിടെ വരിക, നിന്നെ സ്നേഹിക്ക. പെണ്ണെ, നിനക്ക് ആള് മാറിപ്പോയി കാണും. പിരിയുമ്പോ നിങ്ങൾ എന്റെ വിരലിന്റെ ഒരു മോതിരം ഇട്ട് വന്നില്ലേ? ഞാൻ ഇട്ട് തന്നു. വിരലിലോ മോതിരമോ? അതോ നിന്റെ കയ്യിലോ? എന്നാ അതൊന്ന് കാണട്ടെ. അത് അയവായിരുന്നു എന്റെ വിരലിൽ. പിന്നെ കറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പെട്ടിയിൽ ഊരി വെച്ചു. അസംബന്ധമായി പോകുന്നുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. ഹേയ്, അവിടെ നിക്കണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആ, എന്നാ കൊണ്ടുവാ. ഇത് ശാകുന്തളത്തിലെ ഒരു വഴിത്തിരിവാണ്. നോക്കാം. അച്ഛനാണത്, ചന്ദ്രൻ സാറിന്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. ഇങ്ങോട്ട് കയറി ഇരിക്കായിരുന്നല്ലേ? എല്ലാ വിവരങ്ങളും ചന്ദ്രൻ പറഞ്ഞു. ഞാൻ മകളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവളെ കണ്ടതുകൊണ്ട്. എന്നാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ, അവളകത്തുണ്ട്.
അപ്പോ കേശവൻ നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? വന്ന ഉടനെ തന്നെ എങ്ങനെ വേദനിപ്പിക്കാന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ചന്ദ്രന്റെ അമ്മയാണ്. എന്താ കുട്ടിക്ക് അസുഖം? ഇന്നലെ മഴവെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് അല്പം പനിയുണ്ട്. മോളെ രാധേ, ഞാൻ എന്റെ മകന് വേണ്ടി യാചിക്കാൻ വന്നിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരുപാട് പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മനസമാധാനം മാത്രം അച്ഛൻ മകന് കൊടുത്തില്ല. അതിവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവന്റെ മനസ്സ് അവന്റേത്. മോളെ, എന്റെ മുഖത്തേക്ക് നോക്കും മോളെ. ഞാൻ ചോദിക്കുന്നത് എന്റെ മകന്റെ ജീവിതമാണ്, എന്റെ ജീവിതമാണ്. പറയും മോളെ, സമ്മതിക്കും മോളെ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ മോനുമായിട്ട് ഇവിടെ കല്യാണ കാര്യം ഇവിടെ അച്ഛനും ഞങ്ങളുമായിട്ട് പറഞ്ഞ് തീരുമാനിച്ചു ചെയ്തിരിക്കുക. നേരാണോ മോളെ? അതെ, വേണമെങ്കിൽ അവിടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കും. നിൽക്കൂ. ഇതാ, ഇതും കൂടി കൊണ്ടുപോകൂ. ഇത് നിങ്ങളുടെ മകൻ ഇവിടെ തന്നേച്ചു പോയതാ. തിരിച്ചു കൊടുത്തേക്കൂ. എന്റെ മോൻ തന്നതല്ലേ, ഞാനിത് കൊണ്ടുപോവില്ല. മൂളി പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ആരും കൊണ്ടുപോകുന്നില്ലേ? വേണ്ട, നമ്മളാരും ആവശ്യപ്പെട്ടിട്ട് കൊണ്ട് തന്നല്ലോ. നിന്റെ കല്യാണം, എനിക്കൊരു കല്യാണവും വേണ്ട. ഇതിന്റെ നാവിയാനരികളെ എന്ത് വന്നാലും നീ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും. എന്റെ ഇഷ്ടം ചോദിച്ചില്ല. ഇല്ല, ചോദിക്കത്തുമില്ല. ഞങ്ങൾ നടത്താൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ? ചേട്ടനെ ഈ പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ചേട്ടനെ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളങ്ങ് നടത്തിയാൽ മതി. കല്യാണം കഴിഞ്ഞ നാണക്കുട്ടം നോക്കിക്കോളും ബാക്കി കാര്യം. പിന്നെ നമ്മൾ അല്പം ബുദ്ധിയായിട്ട് നടക്കണമെന്നാ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇല്ലാണ്ടായി പോയി പണം. ഞാൻ പറയുന്ന ചേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ. അമ്മേ, അമ്മ എവിടെ പോയിരുന്നു? ഞാനേ കോവിലകത്ത് ഭഗവതി ക്ഷേത്രം വരെ ഒരു വഴിപാടിന് വേണ്ടി. നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കാൻ വേണ്ടി. നീ എപ്പോ വന്നു പോലെ? ഞാൻ ഊണിന് മുമ്പ് പോന്നു. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിടട്ടെ. കൃഷ്ണൻകുട്ടി, അമ്മ എങ്ങോട്ട് പോകുമ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ, ഇന്നെന്താ? രാവിലെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കൊച്ചമ്മയ്ക്ക് തോന്നി ക്ഷേത്രത്തിൽ പോകണമെന്ന്. ഉടനെ പുറപ്പെട്ടു, പോയി തൊഴുതു, പ്രസാദം വാങ്ങിച്ചു, തിരികെ വന്നു. രാധേ, രാധേ, എന്തു വേണം? ഞാൻ രാധയെ ഒന്ന് കാണാൻ വന്ന. എന്തിനാ? നിനക്കെന്താടി ഒരു ദേഷ്യം? എന്തിനാ ഇങ്ങോട്ട് വന്നു എന്നാ ചോദിച്ചത്? നമ്മുടെ കല്യാണം നടക്കാൻ പോണല്ലേ. നടത്തുന്നവർ ദിവസം നിശ്ചയിക്കും, നടത്തുകയും ചെയ്യും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ശരി, അവന്റെ അമ്മ വന്നപ്പോ നിന്റെ മനസ്സങ്ങ് മാറിപ്പോയോ? ഓ, അല്ലെങ്കിൽ നിനക്ക് അവനോട് ഇപ്പൊ സ്നേഹമായിരിക്കും. എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? അതെ, സ്നേഹമാ. നാളുകൂടെ ചേട്ടൻ എന്ത് വേണം? എന്നാ പോടി അവന്റെ കൂടെ. പോകും. പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടി, പണക്കാരൻ പണക്കാരൻ തന്നെ. പണം തന്നെ നിന്നെ ചൂണ്ടയിടുകയായിരുന്നു. നീയോ അത് കുടുങ്ങി. അകത്ത് ചേച്ചിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ട്, അവളെ കുഞ്ഞിനെ വെച്ച് വളർത്തുന്നുണ്ട്. നടക്കട്ടെടി, നടക്കട്ടെ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ ഈ നാണക്കുട്ടിനൊഴിഞ്ഞു പറഞ്ഞു വിചാരിക്കട്ടെ.
പാലുടിക്കുന്നത്. അച്ഛാ, എവിടെന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങിച്ചു തരണേ അച്ഛാ. എന്റെ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇനി ഇവിടെ കിടത്തിയാൽ അവനെ ഇവിടെ കിടന്നു ഞാനല്ല, നീയാ. ഈ പണം ഇവിടെ വെച്ചുകൊണ്ട് പുറത്തു പോയി കടം മേടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അമ്മേ, മോനെ, എനിക്ക് വയ്യമ്മേ. എന്നിട്ട് എന്റെ മോൻക്കറിയാതെ എന്റെ മോന്റെ അസുഖം ഉടനെ ഭേദമാവും. എടി, നിനക്ക് നിന്റെ മോൻ വേണോ? എങ്കിൽ ആ പെട്ടി തുറ. അതിനൊരു പൈസ എടുത്ത് എന്റെ ചേച്ചി എനിക്ക് മാപ്പ് തരില്ല അച്ഛാ. ഈ കുഞ്ഞിനെങ്ങനെ കിടത്തിയാൽ എനിക്ക് മാപ്പ് തരും അല്ലേ? എന്ത് വന്നാലും ആ പണം എടുക്കാൻ എനിക്ക് ശക്തിയില്ല അച്ഛാ. എടി, നിനക്ക് ഭ്രാന്താണ്. അതിന് ഞാൻ കൂട്ടിരുന്നാൽ ഈ നാട്ടുകാർ എന്നെ കുറ്റം പറയും. നീ ആ പണം എടുക്കുന്നോ ഇല്ലേ? എനിക്ക് വയ്യ അച്ഛാ. നിനക്ക് വയ്യ, നിനക്ക് വയ്യ. എടി, മാം നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത് ശങ്കരൻ നായർ? നിങ്ങൾ എന്തിനിപ്പോൾ ഇവിടെ വന്നു? ഇവിടെ ആരുടെയും സഹായം ആവശ്യമുണ്ട്. 3 ജീവികൾ ഇവിടെയുണ്ട്. അത് 3 ഇവിടെ കഴിഞ്ഞ് ചാവും. ആ സമയത്ത് ഈ വീടിന് തീ കൊളുത്തി സമാധാനം നടത്താൻ നിങ്ങൾ എത്തിയാൽ മതിയാവും. ശങ്കരൻ നായരെ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. എടി പെണ്ണെ, നീ ഈ കുഞ്ഞിനെ കൊല്ലും. ആ സാറ് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നന്നായിരിക്കാൻ വേണ്ടി കൊടുത്തയച്ചതല്ലേ? ആരായാലും ഇത്തരം വാശി പാടില്ല. ഈശ്വര, അങ്ങ് എന്നെ ഇതിന്റെ നടുവിൽ പിടിച്ചിട്ടല്ലോ. ശരി, ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
എന്ത് ചെയ്യണം? അതിനൊരു പൈസ എടുത്ത് ഞാൻ തോറ്റുപോകും. ഇവിടെ നിൽക്കും, ഞാൻ വേഗം പറയാം. സ്വർഗം തന്നെ. എന്നിട്ടെന്താ ഇവിടെ ഉള്ളവര് നരകത്തിൽ. ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാണ്. വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വന്നേ, ഇരുന്നട്ടെ. എന്താ വിശേഷം? അവിടെ ആകെ കുഴപ്പത്തിലാണ് സാർ. സാറ് വന്ന് രാധയുടെ കയ്യിൽ നിന്ന് ആ പണം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരും. ഇതുവരെ അവൾ ആ പണം തൊട്ടിട്ടില്ല. അവളുടെ കുഞ്ഞാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടക്കുന്നു. ടൗണിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാൽ ഭേദപ്പെടേണ്ടതാണ്. അതവിടെ ഉള്ളതുകൊണ്ട് കടമായിട്ട് പോലും ആരും ഒരു പൈസയും കൊടുക്കുന്നില്ല. സാറേ, പലപ്പോഴും ആ പണം ഇവിടെ കൊണ്ട് തരണമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചതാണ്. സാർ എന്നോട് ആ പണം വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് സാറ് തന്നെ വന്ന് ആ പണം ഇങ്ങോട്ട് വാങ്ങിക്കണം. അവളുടെ മനസ്സിന് ഇതുവരെ ഒരു മാറ്റവുമില്ലല്ലേ? സാർ, ആ പെണ്ണിനെ അങ്ങ് മറന്നേക്ക്. അവൾ അത്രയ്ക്ക് വാശിയില്ല. അവളിപ്പോ എന്റെ മകനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയല്ലേ. എന്താ? അമ്മ പറഞ്ഞില്ലേ? അമ്മയോ? അന്ന് അമ്മയും കൃഷ്ണൻകുട്ടി കൂടി അവിടെ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടാണല്ലോ പോന്നത്. ഇന്ന പോലെ പ്രസാദം. അമ്മ ഓവലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണോ വരുന്നത്? ഇനിയും നീ വേദനിക്കുന്നത് കാണാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ മോൻ അമ്മയോട് ക്ഷമിക്കുക. വേദന ഒരു കളവ് കൊണ്ട് എന്റെ വേദന മാറ്റാനാവില്ലമ്മേ. കഴിയുമെങ്കിൽ ഇനിയും എല്ലാരും കൂടി എന്നെ വേദനിപ്പിച്ചുകൊള്ളു. മാച്ചറെ, ഞാനും വരും, നമുക്ക് പോകാം. ഈ സ്ഥിതിക്ക് ഇനി അവിടെ പോയിട്ട് എന്താണ് ഒരു കാര്യം? കുറച്ചുകൂടി വേദനിക്കാൻ വേണ്ടി. മോനെ ചന്ദ്ര, മോനെ മോനെ പാല് കുടിക്കും. മോനെ എന്താ മോനെ? മോനെ 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 രാജ, ഇനി കുട്ടി ആലോചിക്കണി. ഇനി ചാവുന്നവരെ നീ ആലോചിക്കും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിനക്ക് നീ ആലോചിക്കേണ്ടി വരില്ല. ചേച്ചി, എടുക്കുവച്ചാ എന്റെ മോനെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. ഞാനിത് എന്ത് ചെയ്യുവച്ചാ? ഞാൻ എന്റെ മോനെയും കൊണ്ട് എവിടെ പോവച്ചാ? അയ്യോ
എഴുന്നേൽക്കും. ഇനിയും വൈകിയിരുന്നെങ്കിൽ വളരെ അബദ്ധമാവുമായിരുന്നു. അല്പം വെള്ളം തിളപ്പിച്ചുകൊണ്ടുവരും, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. മോളെ സാറേ, ഡോക്ടർ പോയി സാർ. രാജൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്, പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആരാണ് ഡോക്ടറെ അയച്ചതെന്ന് രാധ ചോദിച്ചില്ല? ഇല്ല സാർ, അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഞാൻ കൂടെ വരാതിരുന്നത് നന്നായി അല്ലേ? വന്നിരുന്നെങ്കിൽ സാറേ, അന്ന് ഞാൻ ആ പണവും വാങ്ങി സാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് വലിയ തെറ്റായി പോയി. ഇല്ല, ഒരിക്കലും തെറ്റാവുകയില്ല. ഞാൻ വന്നത് എന്തിനാണെന്ന് വാച്ചർക്കറിയില്ലേ? വേദനിക്കാൻ വേണ്ടിയാണ്. ഒരു പണക്കാരന്റെ മകനായി പിറന്ന പാപിയാണ് ഞാൻ. ആ പാപത്തിന്റെ ശിക്ഷ വേദന കൊണ്ടേ തീരുകയുള്ളൂ. വാച്ചർ പൊയ്ക്കുള്ളൂ. വീണ്ടും വന്നോ? ആ പെണ്ണിന് സൗകര്യം കൊടുക്കില്ല അല്ലേ? കടന്നു പോകുമ്പോഴത്തെ പോകാനാണ് പറഞ്ഞത്. ഞാനിവിടെ ഉള്ളപ്പോൾ ആഗ്രഹം നിങ്ങൾക്ക് നടക്കില്ല. പണക്കാരാണ് പോലും, പണക്കാർ. അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ. വിഷമുടി ഇവരെ പിടിച്ച് പുറത്താക്കും. വിടാനൊന്ന് പുറത്തെത്തിക്കോട്ടെ. ഞാനൊന്ന് കെട്ടിയടിക്കും. അവളെ നിങ്ങൾക്ക് കിട്ടില്ല. അവളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അങ്ങനൊന്നും വായിച്ചു പിടിക്കണ്ട. ഞങ്ങൾ വന്നത് കൊണ്ടുപോകാനാ, കൊണ്ടുപോവുക തന്നെ ചെയ്യും. പോടാ, അപ്പൊ ഭ്രാന്തുണ്ടെങ്കിൽ തലയിൽ കിടക്കണം. ഒന്ന് പോയട്ടെ. അവളെ കൊണ്ടുപോകുമ്പോ എന്റെ ശവം വഴിയിൽ കിടക്കും. ആദ്യം ഞങ്ങൾ മാറ്റി കിടത്തിട്ട് ഞങ്ങൾ പൊക്കോളാം. എന്റെ മോനെ, അച്ഛാ, ദൈവമാണ് അച്ഛാ ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. മോളെ, നിന്നോട് അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആലോചിച്ചിരുന്നതാ. എന്താണ് അച്ഛാ? ആ ചന്ദ്രൻ സാർ ടി വിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. അച്ഛാ, ആ പണപ്പെട്ടി. അവൻ പിന്നെയും വന്നിട്ടുണ്ട്. നിന്നെ കൊണ്ടുപോകാനാ പറയുന്നത്. നീ സൂക്ഷിക്കണം. എന്തോ സൂക്ഷിക്കാനാണോ? ഭാഷയ, എനിക്കും ഭാഷയ. അയാളെ കൂടെ തന്നെ എന്റെ മകളെ ഞാൻ അയക്കുന്നുള്ളൂ. അച്ഛാ, കണ്ടില്ലേ, രാധിക ഇഷ്ടമല്ല. അത് നീ അന്വേഷിക്കണ്ട. നീ നിന്നെ ഭ്രാന്ത് കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടോ? രാധേ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. നീ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. പോകാനോ എന്നോട്? അച്ഛൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ആ ചന്ദ്രൻ സാർ നല്ലവനാണ് മോളെ. പണം പിടിച്ച കൈകളെയല്ല, അത് ഉൾക്കൊള്ളുന്ന ഹൃദയത്തെയാണ് നാം മാനിക്കുന്നത്. ആ ചന്ദ്രൻ സാറിന്റെ ഹൃദയം നിറയെ സ്നേഹമാണ് മോളെ. അച്ഛാ, മോളെ, നീ അദ്ദേഹത്തിന്റെ കൂടെ പോണം. നിനക്കറിയാമോ ആ പണം മോഷ്ടിച്ചാരാന്ന്? നാണുകുട്ടനാ, അല്ലാതെ മറ്റാരുമല്ല. നീ പറയുന്നല്ലോ പണക്കാരെ വിശ്വസിക്കാൻ വയ്യാന്ന്. പാവങ്ങളെ വിശ്വസിക്കാൻ മതി. നാണുകുട്ടനെ പറ്റി നീ എന്ത് പറയുന്നു? മോളെ, ഒരച്ഛന്റെ സ്നേഹത്തോടുകൂടി ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു തെറ്റാവില്ല. നീ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും മോളെ. ഇനിയും ടിവിയിൽ പണക്കാർ വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴത്ത്. ഒരു കാലത്തില്ല ചേച്ചി.
എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു. വയ്യ, എനിക്കതിന് കഴിയില്ല. മീന്റെ വായിക്കാത്തൊരു മോതിരം. ശകുന്തളേ, 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 ശകുന്തളേ. വേണ്ട 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 വേണ്ട. അന്ന് എന്നെ കണ്ടപ്പം എന്നെ അറിയാത്ത പോലെ നടിച്ചില്ലേ? എടീ ശകുന്തള പെണ്ണെ, നമ്മുടെ ബന്ധം ഞാൻ ശാകുന്തളാക്കിയായിരുന്നു. അന്ന് മോതിരം എടുത്തോണ്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് നീ പോയില്ലേ? ഉടനെ അമ്മച്ചി വന്ന് പറഞ്ഞു, എടാ കൃഷ്ണൻകുട്ടി കാർ വെക്കണ നമുക്ക് പോകാമെന്ന്. അങ്ങനെ അബദ്ധം പറ്റിയതല്ലേ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യം. എന്റെ ശകുന്തളയല്ലേ. ഞാൻ ഇത്തവണ എന്റെ ഹസ്തിനപുരമായ പത്തനാപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകും. കണ്ണുമഹർഷിയുടെ അനുഗ്രഹവും അനുവാദവും നീ വാങ്ങിവെക്കുക. ആശ്രമത്തിലെ വന്യമൃഗങ്ങളോടും വനജോത്സനയോടും തോഴിമാരോടും നീ യാത്ര പറഞ്ഞ് തയ്യാറായിട്ടിരിക്കണം എന്റെ ശകുന്തളെ. പോ. ആര്യപുത്ര, ശകുന്തളെ, ശകുന്തളെ, പോ, പോ. ഞാൻ രാത്രി ഒന്ന് കാണട്ടെ. ഒരു കാര്യമില്ല സാർ, അവസാനത്തെ വാക്ക് അവളിപ്പോ പറഞ്ഞത്. ഞാൻ രാത്രിയോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. അവൾ ആ മുറിയിലുണ്ട്. മോൻ കിടന്നോളൂ, സുഖമില്ലാത്തതല്ലേ? എനിക്ക് സുഖമായി സാറേ. എന്നാലും കിടന്നോ. രാധേ, അല്പം ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ പണം ഞാൻ നിനക്ക് കൊടുത്തയച്ചത്. അങ്ങനെ ചെയ്താൽ നിന്റെ മനസ്സ് മാറുമെന്നും നിന്നെ എനിക്ക് കിട്ടുമെന്നും ഞാൻ വ്യാമോഹിച്ചു. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്നോട് ക്ഷമിച്ചു. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇതുവഴി വരില്ല. രാധേ, ആ പണം നിനക്കൊരു ഭാരമാണെന്ന് ഞാൻ അറിഞ്ഞു. അതിവിടെ വെച്ച് സൂക്ഷിച്ച് നീ വിഷമിക്കണമെന്നില്ല. അതിന് തിരിച്ചു തന്നേക്കും. സാർ, ആ നാണക്കുട്ടനാണെന്ന് തോന്നുന്നു ആ പണപ്പെട്ടി കട്ടുകൊണ്ടുപോയി. തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചേക്കാം. സാർ മറ്റൊന്നും വിചാരിക്കരുത്. പോവാണ്, ഇനി വരില്ലേ? ഞാനാണ് കണ്ടുപിടിച്ചു. എന്റെ മുതലാളിയുള്ളതിന് ഞാൻ അനുവാദം വായിച്ചു. എന്നെ കണ്ടുപിടിച്ചിരുന്നു വിളിക്കാതെ. ഞാൻ ശകുന്തളയുടെ പ്രേമത്തിലാണ്. ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. അവളെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വേറെ ആളുകളുണ്ട്. എടാ പത്മനാഭ, അവള് പോയി നന്നായിട്ട് ജീവിച്ചോട്ടടാ. ചേട്ടൻ മിണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ആരുടെയും കൂടെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ പെങ്ങളെ വിറ്റ് ജീവിക്കാൻ നിനക്ക് നാണമില്ലല്ലോ. വേറെ ആരുടെയും പെങ്ങളെ വിറ്റ് ഞാൻ ജീവിക്കുന്നില്ലല്ലോ. പത്മനാഭൻ എന്നല്ലേ പേര്? അതെ. പത്മനാഭ, നിന്റെ പെങ്ങളെ ഇങ്ങനെ കഷണം കഷണമായി വിറ്റ് നീ ജീവിക്കണ്ട. അവളുടെ ജീവിതത്തിന് ഒരുമിച്ച് വില പറഞ്ഞു. ഞാൻ തരാം. വിലപേശാൻ നിൽക്കില്ല. എന്ത് വില വേണം പറയൂ. മിഴിച്ചു നിൽക്കാതെ പറയാൻ.
500 രൂപ തരണം. ചേട്ടാ ചേട്ടാ, നിങ്ങൾ എന്നെ വിൽക്കുന്നു. ഇതിലും നല്ലത് എന്നെ കൊല്ലുകയായിരുന്നു ചേട്ടാ. അല്ല, പണം കൊടുക്കുകയാണെങ്കിൽ എഴുതി വാങ്ങിച്ചോളും, അല്ലെങ്കിൽ അവൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കും. ഇതാ ചേട്ടാ! അയ്യോ സാറേ, എന്നെ ചേട്ടനെ അടിക്കരുത്. എടാ, കണ്ടോ, നിനക്ക് വേദനിക്കുമ്പോൾ നിന്റെ കൂടെ വേദനിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, നിന്റെ ഈ നിൽക്കുന്ന പെങ്ങൾ. ഈ സ്നേഹത്തിനാണോടാ നീ 500 രൂപ വില പറഞ്ഞത്? ഒരിക്കലും മനുഷ്യനെ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ലടാ. ഇതാ, എടുത്തോളൂ. വേണ്ട സാർ, വേണ്ട. അനിയത്തി, നീ പോകും, സമാധാനമായിട്ട് പോകും. കൃഷ്ണൻകുട്ടി, ഞാൻ എന്റെ അനിയത്തിയെ നേർപ്പിക്കുകയാണ്. ചേട്ടാ, സാറ് പോകാൻ വരട്ടെ, കൊണ്ടുപോകൂ സാറ് എന്റെ മകളെ കൂടി. എനിക്ക് 2 പെൺമക്കളായിരുന്നു. 2 പണക്കാരെന്ന് പറഞ്ഞ ദുഷ്ടന്മാർ നശിപ്പിച്ചു. ഒന്ന് ചത്തു, മറ്റൊന്ന് ചത്തുകൊണ്ട് ജീവിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ സാറേ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സാറേ. എന്റെ മകളെ കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും? നീ വേഗം പോയി കൃഷ്ണൻകുട്ടിയോടെ പോകാൻ ഒരുങ്ങി വരൂ. ചെല്ലേ. സാർ, ഇതിലൊന്ന് ഒപ്പിട്ടെ. ഇതാ, സാറ് ടിവിയിൽ വന്നല്ല, ഈ പാവപ്പെട്ടവന്റെ മനസ്സിൽ വന്നാണ് താമസം. കേശവ നായരെ, അദ്ദേഹം പോകാൻ തുടങ്ങി. പോട്ടെ, അതിന് ഞാനെന്ത് വേണം? നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളിന്റെ കൂടെ പോണം. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. ഇല്ലേ? മനസ്സ് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാമോ? എന്ത്? നീ ആ ചന്ദ്രൻ സാറിനെ സ്നേഹിക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ നിനക്ക് ആഗ്രഹമില്ലേ? ശ്യാമളെ, നീ നിന്റെ മനസ്സാക്ഷിയെങ്കിലും വഞ്ചിക്കരുത്. ശ്യാമളെ, പറയൂ, നീ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യമല്ലേ? അല്ല 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 ശ്യാമളെ, ഇനി എന്നോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. നിന്റെ മോനെവിടെ? നിന്റെ മനസ്സെവിടെയെന്ന് ചോദിക്കടി. മോനെ, എന്റെ മോനെ. രാഘവ്, നീ തോൽക്കുകയാണടി. ലോകത്തിൽ ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു തോൽവി പറ്റിയിട്ടില്ല. ഞാൻ പോകുന്നു. അമ്മ, എന്താ മോനെ? അമ്മ എന്തിനാ കരയുന്നത്? ആ സാറ് പോണത് കൊണ്ടാണോ മോനെ? ഇതാ നോക്ക്, ഇതാരോട് ചോദ്യാണെന്നറിയാമോ? അവനെ ഞാൻ കൊന്നു, ആ ചന്ദ്രനെ. അയ്യോ!
രാധേ മോളെ രാധേ 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 മോളെ 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 എന്തു പറ്റി മോളെ രാധേ മോളെ രാധേ മോളെ രാധേ 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 സാറേ അതെ രാധേ ഞാൻ തന്നെ അയ്യോ സാറിന് എന്ത് പറ്റി? സാറിന് ഒന്നും പറ്റിയിട്ടില്ല മോളെ. സാറിനെ ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോവുകയാണ്. സാർ എനിക്ക് മാപ്പ് തരണേ സാർ. ഞാൻ സാറിനെ സ്നേഹിക്കുന്നു. ഇപ്പോഴല്ല, സാറിന്റെ കഥ കേട്ട നിമിഷം മുതൽ ഞാൻ എത്ര വേദനിപ്പിച്ചു സാർ. ഞാൻ സാറിന്റെ കൂടെ വരുന്നു സാർ. എനിക്ക് മാപ്പ് തന്നു എന്ന് പറയൂ സാർ. രാധേ മോളെ ശങ്കരൻ നായരെ, എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടി. മോനെ മോനെ അമ്മേ മോനെ എന്റെ മോനെ, നമുക്ക് ഈ സാറിന്റെ കൂടെ പോവാ. ഈശ്വര, എന്റെ മോളെ അങ്ങ് രക്ഷിച്ചു. അച്ഛാ വരൂ രാധേ, നമുക്ക് പോകാം.